ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളടാ. ഒരുമിച്ച് വരികയും ചെയ്യും, ഒരുമിച്ച് പോവുകയും ചെയ്യും. എടാ, ഞാൻ നിന്നോടൊരു കഥ പറയാം. അതിലെന്താ മനസ്സിലായെന്ന് പറ. രണ്ട് പ്രാവുകൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി. രണ്ടും ഒരു കൂട്ടിലാ ഉള്ളത്. കുറച്ചു നാൾ കഴിഞ്ഞ് അതിലൊന്ന് പ്രാവല്ല പാമ്പാണെന്ന് മനസ്സിലായി. പോവാൻ പറഞ്ഞ പാമ്പ് വിഴുങ്ങും. അത് പ്രാവല്ല പാമ്പാണെന്ന് പറഞ്ഞാൽ മറ്റു പ്രാക്കൾ വന്ന് കൊത്തിക്കൊല്ലും. ഇപ്പൊ പാമ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ബാച്ചിൽ പവർഫുൾ പാമ്പ് നീയാടാ. ആ പ്രാവിനെ ഒന്നും ചെയ്യലേടാ. നിന്റെ അച്ഛനോട് അടുത്ത വർഷത്തെ ഫീസ് റെഡിയാക്കാൻ പറയടാ, ഒരു സേഫ്റ്റിക്ക്. ഇങ്ങനെയൊക്കെ ഉള്ളവനെ കൊണ്ട്. ഏയ്, ഫോൺ ചെയ്ത് എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. എന്താ കാര്യം? എന്താ കാര്യം ഒന്ന് പറയേ, കേക്കട്ടെ. നീ പറയാതെ അങ്ങോട്ടാ പോകുന്നത്? ഇത് നടക്കില്ല. എന്തുകൊണ്ട്? നീ തമിഴാണെന്ന് എന്താ പറയുന്നേ? നീ തമിഴാന്ന് എന്നോട് പറഞ്ഞോ? ആ, നിനക്കത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ച് മനസ്സിലാക്കില്ലായിരുന്നോ? ഇവിടെ ഏതാ തമിഴൻ ഏതാ മലയാളം അറിയണ്ടേ? വിധി എന്ന് പറഞ്ഞാൽ മതി. ആ പ്യൂൺ തന്ന തെറ്റായ ഇൻഫർമേഷൻ കൊണ്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പെട്ടുപോയത്. അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ല. നീ ആരാണെന്ന് നോക്കാതെ നിന്നെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഇത് വർക്കൗട്ട് ആവില്ല, പോ നോക്ക്. ഓഹോ, അപ്പൊ ഞാൻ മലയാളിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്നോടുള്ള സ്നേഹമൊക്കെ പോയല്ലേ? നമ്മുടെ കാര്യം നടക്കാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞ. ഒരു തമിഴ്നാട്ടുകാരൻ വീട്ടിൽ വന്നപ്പോ തന്നെ എന്താ നടന്നെന്ന് നീ തന്നെ കണ്ടതല്ലേ? അങ്ങനെയുള്ളപ്പോ നമ്മുടെ കാര്യം എങ്ങനെ നടക്കാനാ? അങ്ങനെ നടക്കണമെങ്കിൽ ഈ നാട് തന്നെ ചേരണം. അത് ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യം. മണ്ട, എന്തിനാണ് മലയാളി റൂമിൽ കയറ്റിയിരിക്കുന്നത്? ഇത് എന്റെ തെറ്റല്ല, എല്ലാം അവനാ. ഞാനാ നിന്നെ ചുമ്മാ എഴുന്നേപ്പിക്കാൻ. എന്തിനാടാ നീ എന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെ കളിക്കുന്നേ? സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ലേ? എടാ, മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഉറങ്ങിക്കൂടെ? നീ തന്നെ എന്നെ കൊല്ലും തോന്നുന്നല്ലോ. അത് പോട്ടെ, ഈ നാടുകൾ തമ്മിൽ ചേരാൻ എന്താ ചെയ്യാ? രണ്ട് നേതാക്കന്മാര് ചേർന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂടാ. അമ്മാവനാള് പെശകാടാ, പറഞ്ഞാലൊന്നും കേൾക്കും തോന്നില്ല. വേറിപ്പോ എന്താ ഒരു വഴി? ബിരിയാണി വേണോ? ആ, എവിടെ? എന്തിനാടാ എന്നോട് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞ ഇവിടെ ഇട്ട് തന്നെ കൊല്ലും. അതിനല്ലേ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്? നീ വന്നതല്ലേ എന്റെ വീടിന്റെ ഭാഗ്യം. വാ, അകത്തേക്ക് വാ. ഇവനാരാ? എന്റെ ഫ്രണ്ട് അങ്കിൾ. ചേട്ടാ, ഇവൻ അപ്പുറത്തെ ടീമിന്റെ ആളെന്നാ തോന്നുന്നത്. അണ്ണന്റെ ഷർട്ടിട്ട് വരുന്നവരെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അകത്തേക്ക് കയറി വാ. കണ്ടില്ലേ, ഞാനിതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെയാണോ? ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ടാ. നീ ധൃതി വെക്കല്ലേ. ശരി അങ്കിൾ. മോളെ കാർത്തിക, നിന്റെ ക്ലാസ്മേറ്റ് വന്നിട്ടുണ്ട്. കേശവങ്കിൾ, ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്. അങ്കിളുടെ മോൾക്ക് എന്തിനാ കാർത്തിക എന്ന് പേരിട്ടത്? ആ വീരമുത്തു അവന്റെ മോൾക്ക് കാർത്തിക എന്ന പേര് വെച്ചോണ്ട്. ആ പേരിന്റെ അർത്ഥം ഭാഗ്യമെന്ന. അവർക്ക് മാത്രം ഭാഗ്യം കിട്ടിയാൽ മതി, എന്റെ മോക്ക് വേണ്ടേ? അതുകൊണ്ടാണ് എന്റെ മോൾക്ക് കാർത്തിക എന്ന പേര് വെച്ചത്. കഴിക്ക് മോനെ. എനിക്ക് മകനില്ലാത്തൊരു കുറവുണ്ട്. എതിരാളികളെ നേരിടാനുള്ള ഒരാളെയാണ് മരുമോനാക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. എന്റെ മോളെ കല്യാണം കഴിക്കോ? സാർ, ഞാൻ വീരമുത്തുവിനെ മോളെ പ്രേമിക്കുന്നുണ്ട്. വെട്ടിക്കൊല്ലടാ. എന്റെ മോളെ കെട്ടിച്ചു തരാമെന്ന് പറയുമ്പോ എതിരാളിയുടെ മോളെ പ്രേമിക്കുന്നു എന്ന് പറയുന്നോടാ. സാർ, നിങ്ങളുടെ മോളെ കെട്ടി എന്താ കിട്ടുക? നിങ്ങൾക്ക് മരുവനോ മോൾക്ക് ഭർത്താവോ അതല്ലേ? അതിന് പകരം ഞാൻ അയാളുടെ മോളെ കിട്ടിയാലോ? കെട്ടിയാലേ നമ്മുടെ ആൾ അവരുടെ വീട്ടിലേക്കല്ലേ കയറുന്നത്? എന്ന് വെച്ചാ നമ്മുടെ ആളുടെ കാല് അവൻ കഴുകുമെന്നോ? നമ്മുടെ മുന്നിൽ അവൻ മുട്ടുമടക്കുമെന്നോ? അപ്പം നമ്മളും മോളിൽ തന്നെയല്ലേ? ഇതാണോ നിന്റെ പ്ലാൻ? എക്സ്ക്യൂസ് മീ. അത് ശരി. അപ്പൊ ആ പെണ്ണും നിന്നെ പ്രേമിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ജീവൻ വരെ കളയും. പക്ഷേ കല്യാണത്തിന് എനിക്ക് താങ്കളുടെ ഹെൽപ്പ് വേണം. മോനെ, ഈ കാര്യത്തിൽ നീ ടെൻഷൻ വിട്.
നിന്റെ കല്യാണം ഈ നാട് മുഴുവൻ അറിയുന്ന രീതിയിൽ വീരമുത്തുവിന് നീ ആയിരിക്കും മരുമകൻ, വേറെ ആരും ഉണ്ടാവില്ല. നന്നായിട്ട് ആ കല്യാണം ഞാൻ നടത്തും. വാക്ക് തരുന്നു, ആ പെണ്ണ് നിന്റെ തന്നെ ആയിരിക്കും. ആ എന്താ സംഭവിച്ചത്? വെട്ടിക്കൊല്ലാൻ ആളില്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ സാർ ഇത്? ഞാനെന്താ പറഞ്ഞ്? വീരമുത്തുവിന് നീ മാത്രമായിരിക്കും മരുമോനെന്നല്ലേ ഞാൻ പറഞ്ഞത്. നന്നായിട്ട് തന്നെ ഞാൻ ഇത് നടത്തും. ഇത്ര പേരുദോഷം വന്നുകൊണ്ട് ആ പെണ്ണിനെ ഇനി ആര് കെട്ടാനാ? അവന് വേറെ ഓപ്ഷൻ ഇല്ല, നീ തന്നെ മണവാളൻ. അത് ഫിക്സ് ചെയ്തു. അതല്ല സാർ, ഞാൻ പറയുന്നു. ഇതിങ്ങനെ തന്നെ ചെയ്യണം പോലെ. ഇപ്പൊ അങ്ങോര് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. പെണ്ണിന്റെ മാനം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ നീ തന്നെ കെട്ടണമെന്ന് പറയും. നോക്കിക്കോ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയി, പെണ്ണിന്റെ മാനം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എടാ കേശവ, നീ എന്തായി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയുന്നു? പെണ്ണെന്ന് പറഞ്ഞ അമ്മയാടാ. ആ അമ്മയൊന്ന് നമ്മളെ ശപിച്ചാ നമ്മൾ ഇല്ലാതായി പോവും. നിനക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ടാ ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞേ? നീ മുത്തുവിന്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. എന്താടാ എനിക്കെതിരെ നീ സംസാരിക്കുന്നോ? നീ എന്ത് കണ്ട് നെകളിക്കുന്നോ ആ സ്വത്തെല്ലാം വാങ്ങിയിട്ട് നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. മാപ്പ് ചോദിക്കുന്നോ അതോ ഈ നാട്ടിൽ നിന്ന് പോണോ? എന്നോട് ക്ഷമിക്കണം മുത്തു. എടാ മോനെ, നാട് വിട്ട് ഇവിടെ വന്നിരിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിനക്കെന്തിനാ? ഇവിടെ നിന്ന് നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ പോകാണ്ട് നീ സൂക്ഷിച്ചോ. ഇനി ഇവിടുത്തെ ആളുകൾ പറഞ്ഞാലും ആ പെണ്ണിന്റെ അടുത്ത് പോയാലും പഞ്ചായത്ത് വെക്കാൻ പോണില്ല. ഡേമുത്ത്, ഈ പ്രാവശ്യത്തേക്ക് വിട്ടേക്ക്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. അപമാനിച്ചിറക്കി വിടുന്ന ഈ മണ്ണിൽ നിന്ന് ഞാൻ പറയാ, ഒരാഴ്ചക്കുള്ളിൽ എന്റെ മകൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കും. ഇനി ആരെങ്കിലും ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നാ അവൻ ഈ ഭൂമി കാണില്ല, പരലോകത്തായിരിക്കും ഉണ്ടായിരിക്കാം. പോയിട്ട് വരാടി. ടേക്ക് കെയർ. ബൈ ബൈ ബൈ. റീജിയണൽ ഫീലിങ്സ് ഇല്ലാത്ത ഈ കോളേജില് നീ ഇതെല്ലാം ഇല്ലാണ്ടാക്കി. ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഈ കോളേജിൽ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കോളേജ് സ്റ്റുഡൻസ് കാരണം ഈ നാട്ടിലെങ്ങനെ ഒരു പ്രശ്നമുണ്ടായി? ഒരിക്കൽ പോലും എന്റെ കോളേജിന്റെ അരികത്ത് പോലും വരാത്തവര് എന്നെ വിരൽ ചൂണ്ടി പേടിപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോയി. നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോവുക. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. നിങ്ങൾ വിചാരിക്കുന്നില്ല ഇവിടെ നിന്ന് കറക്റ്റായിട്ടല്ല പോകുന്നത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടായിരിക്കുന്നത്. CC ക്യാമറയുടെ മുമ്പിൽ ഒരഭിനയം, നിങ്ങളുടെ മുമ്പിൽ വേറൊന്ന്. കോളേജിൽ വേലിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരൊന്നിച്ചുള്ളവർ അഭിനയിക്കുന്നത്. റീജിയണൽ ഫീലിങ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലാ. അതുകൊണ്ടാ എന്നെ മലയാളികളാന്ന് കരുതിയ തമിഴന്മാരും തമിഴനാന്ന് കരുതിയ മലയാളികളും എല്ലാം ഇനിയാ ഫീൽ ചെയ്യാൻ പോകുന്നത്. നാട്ടിലെ വൈരാഗ്യം ആരും കോളേജിലേക്ക് എടുക്കുന്നില്ല സാർ. പകരം മാസത്തിൽ ഒരു തവണ അടിച്ചു തീർക്കും. എന്ത്?